ിലേക്ക് വന്നാൽ പാർലമെന്റ് സ്തംഭനം 6-ാം ദിവസമാകുമ്പോൾ നിലപാട് മയപ്പെടുത്തുന്നു പ്രതിപക്ഷം. ഗൗതം അദാനിക്കെതിരായ അമേരിക്കൻ കോടതിയിലെ കേസിൽ ചർച്ച വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പ്രതിപക്ഷം പിൻവാങ്ങിയേക്കും. നാളെ ചേരുന്ന ഇന്ത്യ മുന്നണി യോഗം അന്തിമ തീരുമാനമെടുക്കും. 75-ാം വാർഷികത്തിൽ ഭരണഘടനയെക്കുറിച്ച് പ്രത്യേക ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ അംഗീകരിച്ചു. ഇരു സഭകളിലും 2 ദിവസം വീതം ചർച്ച നടത്തും. ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ രാധാകൃഷ്ണൻ, സ്പീക്കറുടെ ഇടപെടൽ നിലപാട് മയപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചോ? ഇന്ന് പ്രത്യേകം യോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായി തീരുമാനം? കഴിഞ്ഞ ദിവസം തന്നെ അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചിരുന്നു. ഈ അനൌദ്യോഗിക ചർച്ചകളിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും ഉറച്ചു നിന്നത് അദാനി വിഷയത്തിൽ ചർച്ച വേണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ സർക്കാർ നടത്തിയ അനൌദ്യോഗിക ചർച്ചകളിൽ അവർക്ക് ചില പിന്മാറ്റങ്ങൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ സാധിച്ചു. അത് തൃണമൂൽ, NCP അടക്കമുള്ള പാർട്ടികളെയാണ് നിലപാട് മാറ്റം സാധിച്ചത്. അതനുസരിച്ച് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ചർച്ച 2 ദിവസത്തിൽ നടത്തിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വിധത്തിൽ ഒരു നിബന്ധനയിൽ നിന്ന് തങ്ങൾ ഉറച്ചു നിൽക്കില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. ഇന്ന് ഈ വിഷയത്തിൽ കോൺഗ്രസിനെയും ഈ പാർട്ടികളുടെ സമ്മർദ്ദം ഈ നിലപാട് അംഗീകരിപ്പിക്കാൻ തയ്യാറായി. ഒപ്പം ഇടതുപക്ഷവും ചേർന്നു. ഇതോടുകൂടിയാണ് സ്പീക്കറെ കാണാനായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്നത്. സ്പീക്കറെ കാണുകയും ഭരണഘടനയുടെ 75-ാം വാർഷികത്തിൽ രാഷ്ട്രപതി നടത്തിയ പ്രസംഗം അടക്കമുള്ള വിഷയത്തിൽ ചർച്ച സഭയിൽ നടത്താം, 2 ദിവസം 2 സഭകളിലും എന്ന വിധത്തിലേക്ക് ഉള്ള ഒരു തീരുമാനമാണ് എത്തിയത്. പ്രതിപക്ഷത്തോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ നമ്മൾ വിശദീകരണം ചോദിക്കുമ്പോൾ ഇത് പിന്മാറ്റമല്ല, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത് പിന്മാറ്റമല്ല, മറിച്ച് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദാനി അടക്കമുള്ള എല്ലാ വിഷയങ്ങളും ഉന്നയിക്കാൻ ആ സമയം തങ്ങൾക്ക് അവസരം ലഭ്യമാക്കുന്നതാകും എന്നാണ് വ്യക്തമാണ്. ആർ രാധാകൃഷ്ണനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.